അമേരിക്കയ്ക്ക് ഇറാനെ വേണ്ട പോലെ വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഓഫ് മൈൻഡ്, തീരുമാനമെടുക്കുമ്പോൾ ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി വേണമല്ലോ. അതില്ലാത്തത് കൊണ്ടാണ് ട്രംപിന് മാറ്റിയും മറിച്ചും പറയേണ്ടി വരുന്നത്. ഇത് ട്രംപിൻ്റെ സ്വതസിദ്ധമായ ശൈലി എന്നത് ഒരു വശത്ത്, മറുവശത്ത് അമേരിക്കയുടെ ഡെസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിൽ വേണ്ട ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് പ്രശ്നം. നോക്കൂ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ടഫ് നട്ട് ടു ക്രാക്ക് എന്നതാണ് പൊതുവേ ഉള്ള ട്രംപിൻ്റെയും മറ്റ് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ആളുകളുടെയും ഒരു വിശ്വാസം. കാരണം ഇറാൻ പിടിക്കുന്ന ചില പോയിന്റുകളുണ്ട്. യുദ്ധം തുടങ്ങുന്ന സമയത്തില്ലാതിരുന്നതും അതിനുശേഷം ഉണ്ടായതുമായ ഒരു പ്രശ്നമാണല്ലോ ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണം. ഒരിക്കൽ അതനുഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, തങ്ങളുടെ പെർമനൻ്റായി ഇനി ഉള്ള കാലം മുഴുവൻ തന്നെ ഹോർമൂസ് ഒരു തന്ത്രപ്രധാന മേഖലയായി, തങ്ങളുടെ ഒരു പോയിന്റായി, അത് പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ആയുധമായി, വെപ്പണൈസിങ് ഹോർമൂസ് എന്നതൊരു സ്ട്രാറ്റജിയായി ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കടുകിട അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതിൻ്റെ സൂചനയാണ് അയത്തുള്ള അലി ഖമനിയുടെ ഖബറടക്കം നടക്കുന്ന വേളയിൽ പോലും ഈ 6 ദിവസം നീണ്ടു നിന്ന ചടങ്ങുകൾ, അതിനിടയിൽ ഇറാൻ ഒരു സാഹസവും കാട്ടില്ല എന്നതായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും ഉണ്ടായിരുന്നൊരു വിശ്വാസം. അത് ഗൾഫ് രാജ്യങ്ങളും ഏതാണ്ട് അതുപോലെ തന്നെ വിശ്വസിച്ചിരുന്നു. ആ ഒരു ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ഒരു സമാന്തര പാതയാണ് ഇറാൻ നിർദ്ദേശിച്ച ഒരു പാതയുണ്ട്, ഹോർമൂസ് പാത. അവിടെ സുഗമമായി ഇറാൻ തന്നെ നിർദ്ദേശിക്കുന്ന കൃത്യമായ ചാർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ കപ്പലുകൾ പോകണമെന്നാണ് നിർദ്ദേശം. അതിന് ഒരു തുക പോലും ഈടാക്കില്ല ടോളായി. അതേസമയം 60 ദിവസത്തെ വെടിനിർത്തൽ കാലാവധി, അത് 17-ാം തീയതി തുടങ്ങിയ ജൂൺ മാസം 17-ാം തീയതി തുടങ്ങിയും ഓഗസ്റ്റ് 17, സെപ്റ്റംബർ 17 അവസാനിക്കുകയും ചെയ്യേണ്ട 60 ദിവസത്തേക്ക് ഒരു രീതിയിലുമുള്ള പണപ്പിരിവ്, ടോൾ ഈടാക്കൽ ഉണ്ടാവില്ല എന്ന ഉറപ്പ് ഇറാൻ കൊടുത്തതാണ്. ഇപ്പോഴും ടോൾ പിരിച്ചതായി തെളിവുകളൊന്നുമില്ല. പക്ഷേ ആ പാത ഉപയോഗിക്കാതെ സമാന്തരമായി ഒമാനോട് ചേർന്നുള്ള, അല്ലെങ്കിൽ UAE-യോടും ഒമാനോടും ചേർന്നുള്ള ദക്ഷിണ പഥത്തിലേക്ക് കപ്പലുകൾ തിരിച്ചുവിടുന്നത് വ്യാപകമായ ഒരു പ്രവണതയായി ഇറാൻ എണ്ണി. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് പോലും ഒരു അറ്റാക്കിലൂടെ അല്ലാതെ ഇറാൻ്റെ പ്രഭാവം അവിടെ കാട്ടാനാവില്ല എന്ന ഒരു ചിന്തയാണ് ഒരുപക്ഷെ 3 കപ്പലുകളെ. പക്ഷേ ആക്രമിച്ചത് സൗദി അറേബ്യൻ കപ്പലുകളാണ് 2, ഒന്ന് ഖത്തറിൻ്റെ കപ്പലാണ്. അങ്ങനെ 2 ഓയിൽ ടാങ്കേഴ്സും ഒരു ചരക്ക് കപ്പലും ആക്രമണ വിധേയമായി. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അതുവരെ സംയമനം പാലിച്ച് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ വിഷയം അവസാനിപ്പിക്കണം എന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളുടെയും ഒരു ചിന്തയാണ്. അല്ലെങ്കിൽ അവരുടെ ഇക്കോണമിക്ക് അധികം കാലം സസ്റ്റെയിൻ ചെയ്യാനാവില്ല. കുറേ കാലത്തേക്കൊക്കെ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയും. പക്ഷേ ദീർഘകാലത്തേക്ക് എണ്ണ ഉത്പാദനം, വിതരണം, വിപണനം എന്നിവ തടസ്സപ്പെട്ടാൽ ഗൾഫ് രാജ്യങ്ങളുടെ GCC മേഖലയിലെ രാജ്യങ്ങളുടെ ഇക്കോണമികൾ വല്ലാതെ അഫക്റ്റഡ് ആകും. ഇന്ത്യൻ പ്രവാസികളുടെ ജീവിതവും വല്ലാതെ ബുദ്ധിമുട്ടിലാകും. ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ സംയമനം പാലിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതാ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായി അതിനുള്ള തിരിച്ചടി ഉണ്ടാകുമല്ലോ. തിരിച്ചടിക്ക് വേണ്ടി അമേരിക്ക തിരഞ്ഞെടുത്ത ടാർഗറ്റ്സ് എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ടാർഗറ്റ്സ്. ഇതുവരെ ഉണ്ടായിരുന്നത് ഈ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ആക്രമിക്കുക, അത് മാറി മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനോടൊപ്പം തന്നെ ദക്ഷിണ തുറമുഖങ്ങൾ, 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങളെങ്കിലും ആക്രമണ വിധേയമായിട്ടുണ്ട്. അതിൽ ഏറ്റവും സർപ്രൈസിങ് ഫാക്ടർ, ഇന്ത്യക്ക് കാര്യമായ സ്റ്റേക്സ് ഉള്ള ചബഹാർ തുറമുഖത്തേക്ക് ആക്രമണം പ്രഥമമായി എത്തുകയാണ്.